വീണ്ടും ആശുപത്രിയിൽ പോവാണ്. കാരണം അമ്മയ്ക്ക് വീണ്ടും പനി വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തിരിഞ്ഞ് ഭയങ്കര പനിയായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ആശുപത്രിയിൽ പോവാണ്. കാരണം അമ്മയ്ക്ക് വീണ്ടും പനി വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തിരിഞ്ഞ് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ ഡോളോ കഴിച്ച് കുറച്ച് ആശ്വാസമായി. പക്ഷേ ഇന്ന് എന്തായാലും ഡോക്ടറെ അടുത്ത് പോകാം. നമ്മളിവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്താണ്, ശ്യാം ഡോക്ടറെ അടുത്തേക്കാണ് പോണത് ഇന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ അപ്പോൾ ഗൈസ് ഡോക്ടറൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. തിരിച്ചു വരുന്ന ലാബിലൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അമ്മയ്ക്ക് ഷുഗർ വന്നത് വലിയൊരു കഥയാണ്. അമ്മ അകത്തുണ്ട്, നമുക്ക് അന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ ഇരിക്കണ്ട, ഇന്ന് മഴയില്ല. എനിക്ക് സാലറി കുറച്ചിട്ട് എനിക്ക് 10, എനിക്ക് 5 രൂപ കുറച്ചിട്ട് 10 എത്ര വർഷമായി ചേച്ചി? 7 വർഷമായി ചേച്ചി നിൽക്കുമോ? 10 രൂപ ഒരാളെ വയ്ക്കാൻ പറയുമ്പോൾ നമ്മളിവിടെ പാടം ഞാൻ പാല് വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പാടത്തൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരാം. പിന്നെ ഞാൻ അമ്മയുടെ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് വന്നതെന്നുള്ളത്. പക്ഷെ എനിക്ക് ഈ പാടത്ത് നിന്നിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ അവിടെ നിന്ന് ആ സെയിം സ്പോട്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരു ആ പാടത്ത്. ഇവിടെ ആണെങ്കിൽ ഒരു എന്താ പറയുക, നല്ല ആംബിയൻസൊക്കെയാണ്, ബിക്കോസ് ശബ്ദമില്ല, ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തോ ഇവിടെ നിൽക്കാനായിട്ടൊരു പേടി പോലെ. പേടി എന്തിനാന്ന് അറിഞ്ഞൂടാ. അപ്പം എന്തോ എനിക്ക് ഇവിടെ നിൽക്കാനായിട്ടുള്ളൊരു വല്ല മരമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമായിരുന്നു. പിന്നെ മരം എന്നുള്ളത് അവിടെയാണ്. അവിടെ ചായക്കടയുണ്ട്. പിന്നെ അവിടെ ഫുള്ള് എന്താ കസാരയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോവാത്തത് നമ്മൾ ഈ ടൈം ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും അവിടെ. അപ്പം ഒരു സ്പെയിൻ സ്പോട്ടാണല്ലോ പാടം എന്ന് പറയുന്നത്. അവിടെയാണ് എനിക്ക് കുറേ അധികം വർത്താനമൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കെന്തോ ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ ഒരു തോന്നുന്ന പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെന്താ, ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ പോണ കാരണാട്ടാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആണെങ്കിൽ മെയിൻ റോഡാണ്, അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും. പക്ഷെ അവിടെ ഒരു മരം ഉള്ളതുകൊണ്ടാണ് ഒരു തണലും നല്ലൊരു. പിന്നെ ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല, നല്ല രസമാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടല്ലേ ഞാൻ ഓരോ വർത്താനം പറയാറ്. അപ്പം അമ്മയുടെ ഷുഗറിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അമ്മയുടെ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ ഈ അരി കഴിച്ച് ഭയങ്കരമായിരുന്നു. എന്ന് വെച്ചാൽ അരി കഴിക്കലുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക്, നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ചോറ് കഴിക്കലും, പിന്നെ എങ്ങനെയോ ഇങ്ങനെ വെറുതെ ചവയ്ക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് അരി കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് പിന്നെ അത് അങ്ങോട്ട് കണ്ടിന്യൂസ്ലി എന്നും എപ്പോഴും വേണം അരി വായയിൽ കേട്ടോ. അപ്പം അങ്ങനെ ചെറിയ കവറിലാക്കും. പിന്നെ ഒരു കുറേ വീട്ടിലായിരുന്നപ്പോൾ കുറേ ചെപ്പുണ്ട്. പിന്നെ വെരിയാട്ടാ കഴിക്കണേ. അത് എങ്ങനെ കഴിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിച്ച് അങ്ങനെ കഴിച്ചു തുടങ്ങിയതാണ് ആള്. അങ്ങനെ അരിയോടൊക്കെ ഇഷ്ടമായി തുടങ്ങി. പിന്നെ എന്നും വേണം. പിന്നെ വണ്ടി അങ്ങനെ 2 ദിവസം പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അരിത്തീറ്റ ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ അരി ഒഴിവാക്കിയപ്പോൾ തന്നെ കുറച്ച് നല്ലോണം കുറഞ്ഞു കേട്ടോ. അപ്പം 200 അത്രയും കണ്ടായി. അങ്ങനെ കഴിക്കലൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ അമ്പലത്തിൽ പോയി വരുമ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്യാം ഷുഗർ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായിരുന്നു. എത്രയായിരുന്നു എന്തോ ചോറും കുറച്ചു. അപ്പം തന്നെ നമ്മുടെ ഷുഗർ കുറച്ചും കൂടി കമ്മിയായി. അപ്പോൾ ഇന്നും പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ കുറഞ്ഞതിൻ്റെ ഇതിൽ അമ്മ വീണ്ടും അരി കഴിക്കാൻ തുടങ്ങി. കുറച്ചീശ കഴിക്കാൻ തുടങ്ങി. ഇന്ന് പോയി ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടില്ല, റിസൾട്ട് വന്നപ്പോൾ കുറച്ച് കൂടുതലാണ്. 220 230 ആണ് ഇപ്പോൾ ഷുഗർ.
അപ്പോൾ ഇനിയിപ്പം മഴ ചാറുന്നുണ്ട്. ഇനി കുറച്ച് ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൽ മഴയായിരിക്കും. അത് കാരണം ഞാൻ വീട്ടിൽ പോകാമെന്ന് വെച്ചു. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വേറെ എന്താ, അപ്പം അമ്മയുടെ ഷുഗറിൻ്റെ കാര്യമായിരുന്നു പെൻഡിങ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് പറയായിരുന്നു. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് ഷുഗർ വരാനുള്ള കാരണം. ഈ അരി കഴിക്കണ കാരണമാണ് ഷുഗർ വന്നത്. അപ്പോൾ ഗൈസ്, പിന്നെ ഞാൻ എൻ്റെ പ്രിൻ്റർ എടുക്കാൻ പോയി കടയിൽ നിന്ന്. അതായത് പ്രിൻ്റർ ഞാൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ഇരിക്കാമല്ലോ എന്ന് വെച്ചു. അപ്പം ഇതുവരെ കഴിഞ്ഞില്ല, 7 മണിക്കെങ്ങാണ്ട് തുടങ്ങിയതാണ്. നമുക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ട്. പെട്ടെന്ന് നാളെ തന്നെ രാവിലെ കൊടുക്കണം. അപ്പോൾ ഇത് ഇന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥതയായിട്ട് കിടന്നുറങ്ങാമെന്ന്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഈ ഫുൾ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ 250-300 പേജോളം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 10 പേജും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പം നമ്മളെ ദൗത്യം ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രിൻ്ററൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻ്റ് ഉണ്ടാവും കണ്ടോ. ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം.